പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് മെയ് 22 വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ സൗഹൃദം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, പല മനുഷ്യരും അവരുടെ സ്വന്തം കഴിവ് കൊണ്ട് നേടാത്ത കാര്യങ്ങൾക്ക് ദൈവത്തെ അവിടെ കൂടെ നിർത്തണം എന്നുള്ള ഒരൊറ്റ നിഷ്കളങ്കമായ ചിന്തയോടെയാണ് ഈ ഡെയിലി ബ്രെഡ് എന്നുള്ള പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടി ഞാൻ ദൈവത്തോട് ആവശ്യപ്പെട്ടത്. കർത്താവേ, അതിൻ്റെ ഗുണം ഓരോ മക്കൾക്ക് ഓരോ ദിവസം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ എല്ലാം അനുഗ്രഹിക്കുന്നവരോട് നന്ദി പറയുന്ന കർത്താവേ, ഇന്ന് നീ അനുഗ്രഹിക്കേണ്ട മക്കളെ എവിടെയെല്ലാം
താങ്കൾക്കൊരു സഹായം കിട്ടിയിരുന്നെങ്കിൽ അത് ആരോഗ്യപരമായ, സാമ്പത്തികമായ, സാമൂഹികമായ കൂട്ടായ്മയാകാം, ഒരു സഹായം കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവിടെ യാതൊരു യോഗ്യതയും നോക്കാതെ ദൈവത്തിൻ്റെ അനർഗളമായി നിർഗളിക്കുന്ന കാരുണ്യം കൊണ്ട് അവിടെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ വർക്ക് ചെയ്യാൻ, അവിടെ കഴിവ് കൊണ്ടല്ല അങ്ങയുടെ കൃപ കൊണ്ടെന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അനുഭവം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എനിക്കങ്ങയും എന്തുമാത്രം മധുരമായിട്ട് തോന്നുന്നു, എനിക്കങ്ങയെ എന്തുമാത്രം ആരോഗ്യമായിട്ട് തോന്നുന്നു, എനിക്ക് അങ്ങയെ എന്തുമാത്രം സുഗന്ധമായിട്ട് തോന്നുന്നു, അത്രയും അങ്ങയുടെ മക്കൾക്ക്, ഞാൻ സംസാരിക്കുന്ന മക്കൾക്കും അതേ രീതി തോന്നാൻ വേണ്ടി ഞാൻ അങ്ങയെ അവർക്ക് കിട്ടാൻ വേണ്ടി പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം വഹിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാമായ ക്രിസ്തുവിനെ, എന്തിനും പോകുന്ന ക്രിസ്തുവിനെ, എല്ലാത്തിനും ചേരുന്ന ക്രിസ്തുവിനെ, എല്ലാത്തിനും മരുന്നായ ക്രിസ്തുവിനെ, അമ്മേ, പരിശുദ്ധമ്മേ, എല്ലാ മക്കളും ലഭിക്കാനും അതുവഴി പരപിതാവ് മഹത്വപ്പെടാനും നീ ക്രിസ്തുവിനെ ഇനിയും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ക്ഷണിച്ചുകൊണ്ടും ചേർത്തുകൊണ്ടും മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്ത മക്കൾ, വീടില്ലാത്ത മക്കൾ, മരണത്തോട് മല്ലടിക്കുന്ന മക്കൾ, അതേസമയം തന്നെ മരുന്ന് കിട്ടാത്ത രോഗങ്ങൾ, മരുന്ന് എത്ര ആളിന് വല്ല സംഭവിച്ചു പോകുന്ന ഓർത്ത് ആശങ്കപ്പെടുന്നവർ, ഡേറ്റ് എണ്ണിയിട്ടുള്ള രോഗികൾ, അതുപോലെ തന്നെ പ്രസവത്തിൻ്റെ ഡേറ്റുകൾ, ഇങ്ങനെ ഡേറ്റുമായി ബന്ധപ്പെട്ട് സമയം കുറിച്ചവർ, ജോലിക്ക് സമയം കുറിച്ചവർ, ഇൻ്റർവ്യൂ സമയം കുറിച്ചവർ, ഓപ്പറേഷൻ സമയം കുറിച്ചവർ, പരീക്ഷയ്ക്ക് സമയം കുറിച്ചവർ, അഡ്മിഷന് സമയം കുറിച്ചവർ, ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ഡേറ്റ് ഇട്ടിരിക്കുന്നത്, ഡേറ്റ് നമ്മളിട്ടതായാലും ശരി, പുറത്തുനിന്നിട്ടതായാലും ശരി, എല്ലാ സമയത്തിൻ്റെ അധികാരിയായ സഞ്ചാരി മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ നിനക്ക് കർത്താവിൻ്റെ കൃപ ലഭിക്കാൻ ഇടയാകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സമയബന്ധിതമായി നിൻ്റെ വിഷയത്തിന് മേൽ ദൈവം നിറവേറട്ടെ. നിത്യം പിതാമ്പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട, എപ്പോഴും എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളൊരു വിഷയമാണ്, ആൾക്കാരുടെ മനസ്സിലുണ്ടാകുന്നതേ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഞാൻ പണ്ട് ഇത് കേട്ട കാലം മുതൽ നമ്മൾക്ക് ഒരു സർക്കാസ്റ്റിക്കായിട്ട് തോന്നും. ഞാനിപ്പോൾ കുറിച്ചെടുത്ത് പോക്കണില്ലേ, ഞാൻ വായിക്കുന്നു, നിങ്ങളെ കൂടെ സംസാരിക്കുന്നു, നിങ്ങൾ കറി വെക്കുന്നു, കഞ്ഞി വെക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഇതൊക്കെ കർത്താവിനെ കൂടാതെ കർത്താവിനെ വിശ്വസിക്കാത്ത ആൾക്കാരും അതൊക്കെ ചെയ്യുന്നില്ലേ? അപ്പം അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. യോഹന്നാൻ 15:5 എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞത്, ഈ നേരത്തെ വരച്ചിട്ട വഴികളിലൂടെ വരുമ്പോഴേ ക്രിസ്തുവിനെ നമുക്ക് അനിവാര്യമായ ഒരു ഘടകമായി ഒരു വ്യക്തിക്ക് അനുഭവപ്പെട്ട് കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ സത്യസന്ധമായ ലക്ഷ്യങ്ങളെ നമുക്ക് പിടികിട്ടും. നമുക്കുള്ളൊരു കുഴപ്പം, ജീവിതത്തിന് പലപ്പോഴും ഫാൾസായിട്ട് ലക്ഷ്യങ്ങളുണ്ട്. ഒരു വിഷയത്തെ ദൈവം സീൽ ചെയ്യുമ്പോഴാണ് അത് സത്യസന്ധമാകുന്നത്. കാര്യം ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സത്യത്തെ നമുക്ക് കിട്ടത്തില്ലെന്നുള്ളതാണ്. അതിൻ്റെ ഒരു വിഷയമൊക്കെ സത്യത്തെ ഇപ്പം തന്നെ നമ്മൾ ഇതുമാത്രം 1857 മുതൽ ശിപ്പായി ലഹളം മുതൽ 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭണം വരെ എത്രയെത്ര സമരങ്ങൾ നടത്തി, ജാലിയൻ വാലാഗ് പോലെയുള്ള കൂട്ടക്കൊലകളൊക്കെ നടന്ന് നമ്മുടെ ജനങ്ങൾ രക്തം ചിന്തിയാണ് അവസാനം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്, അല്ലേ? സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ള കാര്യം കൃത്യമായ കാര്യമാണ്. പക്ഷേ അതേസമയം തന്നെ ഈ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്തുമാത്രം വില കൊടുക്കേണ്ടി വരുന്നു. അപ്പോഴേ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യം വിലയുള്ളതായിരുന്നു, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ സ്വാതന്ത്ര്യം അതിനേക്കാൾ വിലയുള്ളതായി. ഇപ്പം ബ്രഹ്മോസൊക്കെ എന്തുമാത്രം ഉണ്ടെങ്കിലാണ് ജീവിക്കാൻ പറ്റണേ, അല്ലേ? അപ്പം അതുകൊണ്ട് അപ്പം നമുക്ക് അൾട്ടിമേറ്റായി പറഞ്ഞു കഴിഞ്ഞാൽ സത്യം എപ്പോഴും കൈയും തലയും പുറത്തിട്ടേക്കും, ജീവിതത്തിൻ്റെ സത്യങ്ങൾ. അപ്പം അതുകൊണ്ട് സത്യം എന്നുള്ള വിഷയത്തിൽ ക്രിസ്തു എപ്പോഴും മുറുകെ പിടിക്കും. എന്നൊരു ഈശോ പറയും, ഐ ആം
ദി ട്രൂത്ത്. അങ്ങനെ വേറെ ആരും ക്രിസ്തു അല്ലാതെ ആരും പറഞ്ഞിട്ടില്ല. ട്രൂത്തിൻ്റെ കൂടെയാണ് ലൈഫ് ഉള്ളത്. എന്നുവെച്ചാൽ ടെമ്പററി ട്രൂത്ത് ഉണ്ട്, ലോങ്കേവിറ്റി കൂടിയ ട്രൂത്ത് ഉണ്ട്. ടെമ്പററി ട്രൂത്തിനാണ് നമ്മൾ അർത്ഥസത്യമെന്ന്, ഭാഗിക സത്യമെന്ന്, കാലിക സത്യമെന്നൊക്കെ പറയത്തുള്ളൂ. ശാശ്വതമായ സത്യമെന്ന് പറഞ്ഞ് വേറെ സംഭവമുണ്ട്. അതാണ് സത്യം, യഥാർത്ഥ സത്യം എന്ന് പറയുന്നത്. അത് ക്രിസ്തുവിൻ്റെ കൂടെയാണ് പോണത്. യോഹന്നാൻ 14:6 യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. വഴിയും സത്യവും ജീവനും ഞാനാണ്. അമൂർത്തമായ കാര്യങ്ങളാണിത്. അതുകൊണ്ട് അബ്സ്ട്രാക്റ്റാണ് ഈ സംഭവങ്ങൾ. അബ്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അഭിഷേകമാണ്. എൻ്റെ ബുദ്ധിയുമായിട്ടോ നിൻ്റെ ബുദ്ധിയുമായിട്ടോ ബുദ്ധിക്ക് വിഷയമാക്കേണ്ടി വരുന്ന അവസ്ഥകൾക്കാണ് ഇതിന് അബ്സ്ട്രാക്റ്റ് ആണോ ക്ലിയർ ആണോ എന്ന് പറയണത്. ഒരുപക്ഷെ നാളെ ഒരു തലമുറ ഇതിനേക്കാൾ IQ ഒക്കെ ഉള്ള ഒരു തലമുറ വന്നാൽ ചിലപ്പോൾ ഈ അബ്സ്ട്രാക്റ്റൊക്കെ മാറിപ്പോവും. ഇപ്പോഴത്തെ തലമുറക്കല്ല അബ്സ്ട്രാക്റ്റ് എന്ന് പറയണത്. ഇയാൾ ഇപ്പം കണ്ടുപിടിച്ചല്ലത്. ഇത് മിഡീവൽ ഫിലോസഫിയുടെ കാലത്ത് തൊട്ട് അബ്സ്ട്രാക്റ്റ് ഉണ്ട്. അപ്പം അത് നമ്മുടെ ഇൻ്റലിജൻ്റ് വളർന്ന അനുസരിച്ച് കൊണ്ട് ഒരു പക്ഷെ നാളെ അബ്സ്ട്രാക്ഷൻ മാറിപ്പോകും. ലളിതമായിട്ട് തോന്നുന്നു. നോക്കും വലിയ കോംപ്ലിക്കേറ്റഡ് ആയുള്ള കാര്യങ്ങൾ ലളിതമായിട്ട് തോന്നുന്നു. CA പഠിക്കണവരില്ലേ, CA പഠിക്കണ മുമ്പ് അവർ കൊമേഴ്സ് എടുത്തുകൊണ്ട കാലത്ത് CAയുടെ സബ്ജക്റ്റുകൾ അവർക്ക് അബ്സ്ട്രാക്റ്റ് ആയിരുന്നു. CA പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ലളിതമായില്ലേ അത്. അതാണ്. അതുപോലെ ക്രിസ്തുവിലേക്ക് ആത്മീയമായി വളരുന്നതനുസരിച്ച് കൊണ്ട് അബ്സ്ട്രാക്റ്റ് മാറും. എന്നിട്ട് ക്രിസ്തു വളരെ ജീവിതബന്ധിയായിട്ട് തോന്നും നമുക്ക്. ക്രിസ്തു അല്ലാതെ ഒന്നും ജീവിതബന്ധി അല്ലെന്നും തോന്നും. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ബാക്കിയെല്ലാം സ്വന്തം ജീവനെപ്പോലും ഉച്ഛിഷ്ടമായി കരുതിയ ആളാണ് പൗലോസ് മാത്രമല്ല അപ്പോസ്തലന്മാരും. അപ്പോൾ എന്തെങ്കിലും നഷ്ടപ്പെടാൻ പോകുന്നുണ്ടെങ്കിൽ വ്യക്തികളായാലും വസ്തുക്കളായാലും അത് ക്രിസ്തുവിനേക്കാൾ വലുതല്ലെന്ന് അനുഭവിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അതിജീവിക്കാൻ കഴിയും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.